നമസ്തേ. ഹിന്ദി ഗ്ലോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലിംഗ് വിജയിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. കഴിഞ്ഞ ഭാഗത്തിൽ അശോകനും രേഖയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പരസ്പര പ്രേമത്തെക്കുറിച്ചും ഒക്കെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. രേഖ ചോദിക്കുന്നുണ്ട്, തൻ്റെ സാമീപ്യം അശോക ചക്രവർത്തിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അപ്രിയമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അശോക് അതിന് മറുപടിയായി പറയുന്നതാണ്, ലൂസെ ജുൽസെ ഹുയെ പേഡ്സെ പൂച്ചോ, ചുടുകാറ്റിൽ കത്തിക്കരിഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തോട് ചോദിക്കുക, ഉസ്കോ സാവൻ കി മീട്ടി ഹവാ കെ ആകെ. അതിന് സാവൻ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തെയാണ്, അതായത് നല്ല മഴയും തണുപ്പൊക്കെയുള്ള സമയമാണ്. ആ സമയത്തെ മീട്ടി ഹവാക്കെ ആകെ, നല്ല തണുപ്പുള്ള കാറ്റിനു മുന്നിൽ ചുക്കിന അഗർത്താഹെ, തലകുനിച്ച് നിൽക്കാൻ അത് ആഗ്രഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ അതിന് അപ്രിയമായി തോന്നുന്നുണ്ടോ എന്ന് ആ വൃക്ഷത്തോട് ചോദിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. അതായത് അശോക ചക്രവർത്തിയുടെ ശത്രുവിൻ്റെ സഹോദരിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അശോകനും രേഖയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടിയോട് അശോക ചക്രവർത്തിക്ക് സ്നേഹം തോന്നുന്നുണ്ടോ എന്ന് അശോക ചക്രവർത്തിയോട് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാമുള്ള മറുപടിയായിട്ടാണ് അശോക ചക്രവർത്തി ഇപ്രകാരം പറയുന്നത്. അശോക് ബന്ദി ഗൃഹസെ തുമാരെ പിതാ പ്രധാനമന്ത്രി മേരെ സാത്ത് ധേ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ രേഖയോട് പറയുകയാണ്, ഞാൻ ഇന്ന് ബന്ദിഗൃഹത്തിൽ നിന്നാണ് വരുന്നത്. എന്നോടൊപ്പം തുമാരെ പിത, നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യദി വേ ന ഹോത്തേത്തോ, ഒരു പക്ഷേ അവരുണ്ടായിരുന്നില്ല എങ്കിൽ ഷായദ് ഉൻ ഹസാരോ ബന്ദിയോ കോ ദേക്കിന, ഒരു പക്ഷേ ആ ആയിരക്കണക്കിന് ബന്ധനസ്ഥരായി കിടക്കുന്ന അല്ലെങ്കിൽ തടവുകാരെ കാണുക എന്നത് മേരലിയെ അസംഭവ് ഹോ ജാത്ത, എന്നെ സംബന്ധിച്ച് അസാധ്യമായി മാറിയേനെ. ഉസ് നരക കെ ബാദ്, ആ നരകത്തിന് ശേഷം, അതായത് ആ തടവറയിൽ ചെന്നപ്പോൾ പലതരത്തിലുള്ള കാഴ്ചകളാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ആ നരകത്തിന് ശേഷം ഈ സുഖം, ഇപ്പോൾ ഇവിടെ വന്നെത്തിയിട്ടുള്ള ഈ സുഖം, ശാന്തി, ഈ സമാധാനം, സൗന്ദര്യം, ഇവിടത്തെ ഈ സൗന്ദര്യം, കിത്തിന ഭലേ ജാൻ പഠിത്തേ ഹെ, എത്ര നല്ലതായി തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രേഖ, സമ്രാട്ട് കോമൾ ഹൃദയ് ഹെ അശോക് ഗഡാ ഹോത്താ ഹെ മേ കോമൾ ഹൃദയ്. അപ്പോൾ രേഖ ചോദിക്കുന്നു, ചക്രവർത്തി കോമള ഹൃദയനാണ് എന്ന്. അശോക ചക്രവർത്തി പറയുകയാണ്, മേ കോമൾ ഹൃദയ്, ഞാൻ കോമള ഹൃദയനാണോ രേഖ. ജാൻതി ഹോ ആര്യവർത്ത് മുജേ ചണ്ടാശോക്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്കറിയുമോ, നീ മനസ്സിലാക്കിയിട്ടുണ്ടോ, ആര്യവർത്ത് എന്ന് പറയുന്നത് ഭാരതഭൂമിയെ തന്നെയാണ്. ഭാരതഭൂമി എന്നെ ചണ്ടാശോകൻ, ദുഷ്ടനായ അശോകൻ, പ്രചണ്ഡ് നിർമ്മം അശോക്, നിർദ്ധയനായ സ്നേഹമില്ലാത്ത അശോകൻ എന്നൊക്കെയാണ് എന്നെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കോമള ഹൃദയനോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജിസ് ദിൻ മേനെ ആകാംക്ഷാക്കി ജ്വാലാക്കോ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഏതൊരു ദിവസമാണോ ഞാൻ എൻ്റെ മനസ്സിൽ ആകാംക്ഷ എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്, പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാകുന്ന ജ്വാലയെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയത്, അപ്പനെ ഹൃദയമേ സ്ഥാന്തിയ, അവയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയത്, ഉസീ ദിൻ, അതേ ദിനം, അപ്പിനെ ഹൃദയക്കോ പത്തർക്കി ദീവാരോ സെ ബാന്ത് ദിയ, എൻ്റെ ഹൃദയത്തെ കല്ലുകൾ കൊണ്ടുള്ള ചുമരുകൾ കൊണ്ട് ബന്ധനസ്ഥമാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അത് നിനക്കറിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് തൻ്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ദയയോ സ്നേഹമോ ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രേഖ, സമ്രാട്ട് ഉച്ചാകാംക്ഷാക്കി ജ്വാലാക്കോ ധതക്കായ രഖിന വിരളോം കാഹി കാം ഹെ. എന്നിട്ട് സമ്രാട്ടിനോട് രേഖ പറയുകയാണ്, ആഗ്രഹങ്ങളെ, ഉച്ചാകാംക്ഷ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തന്നെയാണ്, ആഗ്രഹങ്ങളാകുന്ന ജ്വാലയെ ആളിക്കത്തിക്കുന്നത് പേടിയുള്ളവൻ്റെ പ്രവൃത്തിയാണ്. സാധാരണ മനുഷ്യ ജിന്മേ കോയി അപ്പനാപ്പൻ നഹി, സാധാരണ മനുഷ്യന് യാതൊരു തരത്തിലുള്ള അപ്പനാപ്പൻ എന്ന് പറയുന്നത് ആസ്പാസ്മേ പ്രേം, പരസ്പര സ്നേഹവുമില്ല, ശക്തി നഹി, അവനിൽ യാതൊരു തരത്തിലുള്ള ശക്തിയുമില്ല, വേ കേ സമച്ചെ ഉച്ചാകാംക്ഷ കിസേ കഹത്തെ ഹെ, അവൻ എന്ത് മനസ്സിലാക്കാനാണ് ഉച്ചാകാംക്ഷ എന്ന് പറയുന്നത്, എന്തിനെയാണ്.
अशोक खिड़की के सहारे गड़ा होकर बाहर देखता हुआ और जो സാധാരണ नहीं है वे ही क्या समझ पाते हैं. ആരാണോ സാധാരണക്കാരൻ അല്ലാത്തത് അവൻ എന്താണ് മനസ്സിലാക്കിയെടുക്കുന്നത്. वो देखो एक और तारा टूटा. रेखा टूटने दीजिए सम्राट, हम आप उसे रोक नहीं सकते. അശോക് സുനോ രേഖ തും മാനോഗി നഹി. അപ്പോൾ അശോക ചക്രവർത്തി ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം രേഖയോട് പറയുകയാണ്, രേഖ നീ അംഗീകരിക്കുമോ എന്നറിയില്ല, ലേക്കിൻ മുझे കബി കബി യേ ആകാശവും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ആകാശവും, ഉസ്കെ താരെ അവിടെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളും, ഇസ് ജഗത്ത് അവർ ഉസ്കെ ജീവോം കെ, ഈ ലോകത്തിൻ്റെയും ഈ ലോകത്തിലെ ജീവൻ്റെയും പ്രതിബിംബ് ജാൻ പടുത്തേ ഹെ, പ്രതിബിംബങ്ങളായി തോന്നുന്നു എനിക്ക്. അത് നീ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് അശോക ചക്രവർത്തി പറയുകയാണ്. രേഖ ഉപഹാസ്പൂർണ്ണ സ്വർമേ കവിത ഭി ക്യാ അച്ചി ചീസ് ഹെ सम्राट. अशोक मानो सुना ही ना हो, देखती हो न इन लाखों करोड़ों स्थिर तारों में से एकाध कैसे आप ही आप अरमानों से तड़प कर तेजी से दौड़ पड़ते हैं. എന്നിട്ട് അദ്ദേഹം നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയെക്കുറിച്ച് കവിത രചിക്കുന്നത് പോലെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുകയാണ്. ലാഖോ കരോട്ടോ സ്ഥിർ താരോമേസെ, ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ഥിരമായി നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് എഗാദ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്, ബഹത്ത് കമ്മാണ്, വളരെ കുറച്ച് എന്നാണ്. കേസെ ആപ്പ് ഹി ആപ്പ്, അത് സ്വയം തന്നെ, അർമാനോസെ തടപ്കർ, അർമാൻ എന്ന് പറയുന്നത് ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷകൾ കൊണ്ട് പിടഞ്ഞ്, തേസീസെ ദൗഡ് പടുത്തേഹെ, അവ വേഗം ഓടിക്കൊണ്ടിരിക്കുന്നു, വളരെ വേഗത്തിൽ അത് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു തരത്തിൽ അശോക ചക്രവർത്തി പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. രേഖ ജബ് വേ ചമക്കത്തെ ഹേ തോ ആകാശ ആലോകിത് ഹോടുത്താ ഹെ. രേഖ പറയുന്നു, അവ എപ്പോഴാണോ തിളങ്ങുന്നത് അപ്പോൾ ആകാശം പ്രകാശമയമായി മാറുകയും ചെയ്യുമെന്നാണ് രേഖ പറയുന്നത്. അശോക് ലേക്കിൻ ഉസ്കെ ബാദ് ഉസ്കെ തുരന്ത് ബാദ്, എന്നാൽ അശോക ചക്രവർത്തി പറയുന്നു, എന്നാൽ അതിനുശേഷം അർമാനോക്കി ആഗ് കാ വോ ടുക്കട, ആഗ്രഹങ്ങളാകുന്ന അഗ്നിയുടെ ആ കഷ്ണം, ലോഹയ്ക്ക് ആകാശത്തെ ടക്കരാക്കർ, ലോഹമാകുന്ന ഈ ആകാശത്തിൽ കൂട്ടിമുട്ടിയിട്ട്, ചൂർ ചൂർ ഹോ ജാത്താ ഹെ, അത് പൊടിയായി പോകും, അതായത് അവയ്ക്ക് അവയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കാതെ അവ ഇല്ലാതായി പോകും. അതുപോലെ തന്നെ വേ സീധേ സീധേ കരോടോ താരെ, അപ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചുപ്ചാബി ഇസ് ഖേൽ കോ ദേഖ്തേ രഹത്തെ ഹെ, നിശബ്ദരായി ഈ കളി നോക്കിക്കൊണ്ട് നിൽക്കും. അതായത് അശോക ചക്രവർത്തി ഇപ്രകാരം തൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഓടി ഓടി ഒരു ദിനം ഇല്ലാതായി പോയാൽ അത് കണ്ടു രസിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹമാരെ അർമാൻ और हमारी आकांक्षाएं हमें मिटाने के लिए पैदा होती है. എന്നിട്ട് അദ്ദേഹം രേഖയോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എൻ്റെ പ്രതീക്ഷകളെയും ഒക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അവ മിഠാന എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക, അവ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയാണോ ഞാൻ ജന്മമെടുത്തത് എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നു. തനിക്ക് തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ലേ എന്ന ഒരു പേടി അശോക ചക്രവർത്തിയുടെ ഉള്ളിൽ ഉണ്ട്. രേഖ सम्राट आप तो कविता कर चुके, अब मैं भी करूँगी. सुनिए आकाश में जहाँ सैकड़ों छोटे छोटे तारे हैं वहाँ एक चंद्रमा भी होता है. അപ്പം രേഖ അശോക ചക്രവർത്തിയെ സമാധാനിപ്പിക്കാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, അല്ലയോ ചക്രവർത്തി, താങ്കൾ കവിത എഴുതാൻ തുടങ്ങുകയാണോ? അങ്ങനെയെങ്കിൽ ഞാനും കൂടി അങ്ങയോടൊപ്പം കൂടാം. എന്നാൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ സൈക്കിളവും ചോട്ടെ ചോട്ടെ താരെ, നൂറുകണക്കിന് ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ആ ആകാശത്തിൽ ഏക് ചന്ദ്രമാ ബി ഹോത്താ ഹെ, ഒരു വലിയ, അതായത് ഒരു പൂർണ്ണ ചന്ദ്രൻ കൂടിയുണ്ട് എന്ന് അശോക ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കുകയാണ് രേഖ. അതായത് ഈ ലോകത്തിൽ ശക്തന്മാരായ എത്ര രാജാക്കന്മാരുണ്ടായാലും അതിനേക്കാൾ ശക്തന്മാരിൽ ശക്തനായ ഒരു വ്യക്തി അശോക ചക്രവർത്തി തിളങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് രേഖ അശോക ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കുന്നത്. രേഖ
ദേഖിയെ ധർത്തി പർ കുമുദിനി ഭി ഹോത്തി ഹെ. എന്നിട്ട് അവൾ വീണ്ടും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ ഭൂമിയിൽ കുമുദിനി എന്ന് പറയുന്നത് കമൽ ജൈസെ ഏക് ഫൂൽ, ഏക് സഫേദ് ഫൂൽ ഹേ കുമുദിനി. അതായത് താമരപ്പൂ പോലെയുള്ള ഒരു വെളുത്ത പൂവിനെയാണ് കുമുദിനി എന്ന് പറയുന്നത്. ഇത് രാത്രി കാലങ്ങളിലാണ് വിരിയാറ്. അബ് ചന്ദ്രമാക്കോ ചാഹിയേക്ക് അപ്പിനി കോമൾ കിരണോം സെ. എന്നിട്ട് അവൾ പറയുകയാണ്, ചന്ദ്രമയ്ക്ക് അതായത് ചന്ദ്രൻ്റെ നിലാവിന് വേണമെങ്കിൽ കോമൾ കിരണോം സെ തൻ്റെ കോമളമായ കിരണങ്ങൾ കൊണ്ട് ഉസ് കുമുദിനിക്കോ ജഗാതെ ആ പൂവിനെ, ആ കുമുദിനി എന്ന് പറയുന്ന ആ പൂവിനെ ഉണർത്താൻ സാധിക്കും. പക്ഷേ വോ കേസ ചന്ദ്രമ ജോ ആത്തെ ഹി കാലെ ബാദലോ കെ പീച്ചെ. എന്നാൽ ആ ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ തന്നെ അത് കറുത്ത മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നുകൊണ്ട് ആ കുമുദിനിയെ, മൂർച്ഛായെ അതിനെ കരിച്ചു കളയുന്നു. അതിനെ വിടരുവാനുള്ള സാഹചര്യം അതിന് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നാണ് രേഖ അശോക ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് മറ്റ് എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അവരെ ഇല്ലാതാക്കാനുള്ള കഴിവ് അശോക ചക്രവർത്തിക്ക് ഉണ്ട് എന്ന് ശക്തി പകർന്നു കൊടുക്കുകയാണ് രേഖ. അശോക ചക്രവർത്തി സൂച്ച് തോ ബുരി നഹി ലേക്കിൻ തും കവിത കെ പ്രതി നിഠൂർ ഹോ. അശോക ചക്രവർത്തി ചോദിക്കുകയാണ്, നിനക്ക് കവിതയോട് ദേഷ്യമാണോ, വെറുപ്പാണോ, ദുഷ്ടത്തരമാണോ കവിതയെക്കുറിച്ച് നിനക്ക് തോന്നുന്നത് എന്ന് അവളോട് ചോദിക്കുകയാണ്. അശോക് രേഖ കെ പ്രതി നിഠൂർ ഹോ ഏ കേസാ ഹോ സക്താ ഹെ. അപ്പോൾ രേഖ ചോദിക്കുന്നുണ്ട് തന്നോട് അശോക ചക്രവർത്തിക്ക് ദേഷ്യമാണോ എന്ന്. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ്, അശോക് രേഖ കെ പ്രതി നിഠൂർ ഹോ. അശോകന് രേഖയോട് ദേഷ്യമോ. ജിസ്കി ഇച്ഛാപൂർത്തി കെ ലിയെ മേനെ കലിംഗ് പർ ചടായി കീ ഥി. ആരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണോ ഞാൻ കലിംഗ ദേശത്ത് പ്രവേശിച്ചത്, അതായത് കലിംഗത്തെ പ്രാപ്തമാക്കാൻ ശ്രമിച്ചത്. ജിസ്കെ മനോരഞ്ജൻ കെ ലിയെ മേനെ പാഡ്ലിപുത്ര കോ ഏക് സേ ഏക് ഭവ്യ മഹലോം സെ ഭർ ദിയ. ആരുടെ മനോരഞ്ജൻ കെ ലിയെ, മനസന്തോഷത്തിന് വേണ്ടിയാണോ, പാഡ്ലിപുത്ര എന്ന് പറയുന്ന പ്ലേസ് ആണ്, പാടലിപുത്രത്തിലെ ഏക് സെ ഏക് ഓരോരോ സ്ഥലത്തെയും ഓരോ മുക്കിലും മൂലയിലും ഭവ്യ മഹലോം സെ വളരെ മനോഹരമായ കെട്ടിടങ്ങൾ കൊണ്ട് നിറച്ചത്. ജിസ്കെ ക്രോധ് കെ കാരൻ ആരുടെ ക്രോധം കൊണ്ടാണോ മേനെ അപ്പിനെ ചോട്ടെ ബായ് വീത് ശോഗ് കോ ഞാൻ എൻ്റെ ഇളയ സഹോദരനായ വീത് ശോഗിനെ രാജധാനിയിൽ നിന്ന് പുറത്താക്കിയത്. നിർവാസിത് കർണ പുറത്താക്കുക അല്ലെങ്കിൽ പലായനം ചെയ്യുക. അതായത് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തികളും താൻ ചെയ്തത് താൻ ഏറ്റവും സ്നേഹിക്കുന്ന രേഖ എന്ന തൻ്റെ പ്രേയസിക്ക് വേണ്ടിയാണ് എന്നാണ് അശോക ചക്രവർത്തി പറയുന്നത്. അതുകൊണ്ട് അവളോട് ഒരിക്കലും താൻ കോപിഷ്ഠനാവുകയില്ല എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. രേഖ छाऊंगी कर बस सम्राट वीत शोग की याद दिलाकर सूखे घाव को हरा न कीजिए. രേഖ വീതശോകിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ഞെട്ടുകയാണ്. അവൾ ചക്രവർത്തിയോട് പറയുന്നു, വീതശോഗിക്ക് യാദ് ദിലാക്കർ, വീതശോകനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തിയിട്ട് സൂഖെ ഗാവുക്കോ ഹരാന കീജിയെ, ഉണങ്ങിയ മുറിവുകളെ വീണ്ടും ഉണർത്തരുത് എന്നാണ് അവൾ പറയുന്നത്. അഭുബി ഉസ് ദിൻ കി യാദ് കർത്തെ ഹി കാമ്പ് ഉടുത്തിഹും. ഇപ്പോഴും എനിക്ക് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കുന്നു എന്നാണ് രേഖ പറയുന്നത്. അശോക് ആജ് ഇസ് ബാത്ത് കോ ദോ വർഷ ഹോനെ കോ ആയേ. അശോക ചക്രവർത്തി പറയുന്നു, ഇന്ന് ആ സംഭവം കഴിഞ്ഞിട്ട്, അതായത് വീതശോകിനെ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് 2 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. സച്ച് ബതാവോ. എന്നിട്ട് രേഖയോട് ചോദിക്കുകയാണ്, നീ സത്യം പറയുക. ക്യാ വീതശോകിനെ സച്ച് മുച്ച് തുമാരെ സാത്ത് നീചതാ കാ വ്യവഹാർ. വീതശോക് തീർച്ചയായും നിന്നോട് നീചമായി പ്രവർത്തിച്ചുവോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയോ എന്ന് അദ്ദേഹം രേഖയോട് വീണ്ടും ചോദിക്കുകയാണ്. രേഖ ആപ്കോ വിശ്വാസ് നഹി ഹുവ അബ് തക്ക്. അപ്പോൾ രേഖ ചോദിക്കുന്നു, താങ്കൾക്ക് വിശ്വാസമായില്ലേ ഇതുവരെ? ഏ ഭായിക്ക് മമത ഹേ യാ മേര ഉലാഹിന. ഇത് തൻ്റെ സഹോദരനോടുള്ള സ്നേഹമോ അതോ തന്നോടുള്ള വിശ്വാസക്കുറവോ? ഉലാഹിന എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലായ്മ, വിശ്വാസക്കുറവ്. സമ്രാട്ട് മേരെ പാസ് ജോ കുച്ച് ഥ. എന്നിട്ട് അവൾ പറയുന്നു, അല്ലയോ ചക്രവർത്തി, എൻ്റെ മുന്നിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ, അപ്പിന ഹൃദയ് എൻ്റെ ഹൃദയം, അപ്പിനെ അർമാൻ എൻ്റെ ആഗ്രഹങ്ങൾ, അപ്പിന പ്രേം എൻ്റെ സ്നേഹം, സബ് ആപ്കെ ചരണോ പ നിച്ചാവർ കർ ദിയ. എല്ലാം തന്നെ ഞാൻ അങ്ങയുടെ കാൽപാദങ്ങളിൽ അർപ്പിച്ചു കഴിഞ്ഞു. നിച്ചാവർ കർണ അർപ്പൺ കർണ. യദി
ആപ്കോ ടുക്കരാന ഹി ഹേ തോ ഇനിയിപ്പോൾ അങ്ങക്ക് മാനിക്കുകയാണ് എങ്കിൽ, ടുക്കരാന എന്ന് പറഞ്ഞാൽ മാനിന, അംഗീകരിക്കുകയാണ് എങ്കിൽ, ഏക് ബാർ ജോർ സെ ടോക്കർ ക്യോ നഹി മാർ ദേത്തെ, ഒരു പ്രാവശ്യം എന്നെ ടോക്കർ ഖാന എന്ന് പറഞ്ഞാൽ പ്രഹരിക്കുക എന്നാണ്, എന്നെ ഒന്ന് തല്ലിക്കൂടെ, എന്നെ ഒന്ന് വേദനിപ്പിച്ചുകൂടെ, അല്ലാതെ ജലാക്കർ മേര അപമാന കീജി, ഇപ്രകാരം എന്നെ അല്പാൽപ്പം ഇങ്ങനെ എരിച്ച് എന്തിനാണ് എന്നെ അപമാനിക്കുന്നത് ഇത്തരത്തിൽ എന്നാണ് അവൾ ചോദിക്കുന്നത്. അശോക് ഓ തും രൂഢ് ഗൈ, അപ്പം അശോക് ചോദിക്കുകയാണ്, ഓ നീ പിണങ്ങിയോ? മേനെ തോ യോ ഹി പൂച്ചാ ഥാ, ഞാൻ ഇപ്രകാരം ചോദിച്ചതായിരുന്നു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, കബി കബി ജാനെ ക്യോ മുझे ഭയ ഹോത്താ ഹേ, ഇടയ്ക്കിടയ്ക്ക് എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഭയമുണ്ടാകുന്നുണ്ട്. ഉസെ നിർവാസിത് കർ, അവനെ പുറത്താക്കിയിട്ട്, മേനെ ഉസ്കെ സാത്ത്, ഞാൻ അവനോട് അന്യായത്തോ നഹി കിയ, അവനോട് ഞാൻ അന്യായമല്ലേ ചെയ്തത് എന്ന ഒരു ഭയം എൻ്റെ മനസ്സിൽ ഉണർന്നു വരുന്നു. അഭി മേനെ ഗുപ്ത ദൂതോ സെ സുനാഥ, മാത്രവുമല്ല ഞാൻ എൻ്റെ രഹസ്യ ദൂതന്മാരിലൂടെ അറിഞ്ഞിരുന്നു. കി താമ്രലിപി കെ പാസ് ഏക് ബൗദ്ധ വിഹാർ മേ, താമ്രലിപിക്കടുത്ത്, താമ്രലിപി എന്ന് പറയുന്നത് ഒരു പ്ലേസാണ്, അവിടെ ഒരു ബുദ്ധ ആശ്രമത്തിൽ, ബുദ്ധന്മാരുടെ ആശ്രമത്തിൽ ഒരു ബുദ്ധ സന്യാസിയായി മാറിക്കഴിഞ്ഞു വീതശോകനെന്നും ഞാൻ അറിഞ്ഞു. मैंने सोचा कि शायद मैंने उसके चरित्र के विषय में गलत अनुमान किया हो, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു പക്ഷെ ഞാൻ അവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തെറ്റായ ഒരു തീരുമാനമാണോ ഞാൻ എടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് അശോക ചക്രവർത്തി രേഖയോട് പറയുന്നത്. ഇത്തരത്തിൽ അശോക ചക്രവർത്തിയുടെ മനസ്സിൽ രേഖയെക്കുറിച്ചും ചെറിയ ഒരു സംശയം ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക്